ഇറാന്റെ ആണവ പദ്ധതികൾ മുച്ചൂട് മുടിക്കാൻ ഇസ്രായേലിന് അധിക നേരം വേണ്ടി വരുമായിരുന്നില്ല. നെതന്യാഹുവിന്റെ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികളുടെ ചുക്കാൻ പിടിച്ച മെഹ്സോൺ ഫക്രുസോദോ എന്ന വ്യക്തിയെ കൊലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇന്നും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. ആയതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും പരക്കുന്നുണ്ട്. ഉപഗ്രഹം നിയന്ത്രിക്കുന്ന ആയുധമാകാം ഈ കൃത്യത്തിന് ഉപയോഗിച്ചതെന്നതാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. ഉപഗ്രഹ നിയന്ത്രിത AI ആയുധമായ ഫിസിഷ്യൽ കില്ലിംഗ് ആണ് ഇവിടെ പ്രയോഗിച്ചതെന്നും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര കൃത്യതയോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. 2018 ഇറാന്റെ രഹസ്യ ആണവായുധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരൊറ്റ നിർദ്ദേശം നൽകിയത്. അതായത് അദ്ദേഹം നൽകിയ ഒരു ഒറ്റ നിർദ്ദേശം മാത്രമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ശാസ്ത്രജ്ഞനായ മെഹ്സോൺ ഫക്രുസോദോ ആ പേര് നിങ്ങൾ ഓർത്തു വെക്കണം എന്നതായിരുന്നു ആ ഒരു നിർദ്ദേശം. 2020 നവംബറിൽ സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ വീട്ടിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഈ വ്യക്തിയെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പ്രത്യേക കാറുകളിലുള്ള സുരക്ഷാ സംഘങ്ങൾക്കോ അല്ലെങ്കിൽ പാസഞ്ചർ സീറ്റിലുള്ള വ്യക്തിക്കോ ഒന്നും തന്നെ, അല്ലെങ്കിൽ ഈ ഫക്രുസോദോയുടെ ഭാര്യയ്ക്ക് പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള കൊലപാതകം തന്നെയാണ് അവിടെ നടത്തിയത്. പിന്നിൽ മൊസാദാണ് എന്ന ആരോപണം പലരും ഉന്നയിച്ചെങ്കിൽ പോലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. നിരന്തരമായ വധശ്രമത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും സുരക്ഷാ സംഘത്തിന്റെ ഉപദേശവും ലഭിച്ചെങ്കിൽ പോലും ഇത് കാര്യമായ രീതിയിലേക്കൊന്നും എടുക്കാൻ സാധിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള മെഷീൻ ഗൺ ഉപയോഗിച്ചുകൊണ്ടാകാം ഈ ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആയുധം ഒരു നൂതന റോബോട്ടിക് ഉപകരണത്തിൽ ഘടിപ്പിച്ചതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് പ്രവർത്തനക്ഷമമായി തന്നെ പരീക്ഷിച്ചിരിക്കും എന്നതാണ് മറ്റ് രീതിയിലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലായി പുറത്തു വരുന്നത്. 1 ടൺ ഭാരമുള്ള ആയുധം പല ഭാഗങ്ങളിലായി തന്നെ ഇറാനിൽ എത്തിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ 2007 മുതൽ തന്നെ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച വ്യക്തി കൂടിയാണ് ഫക്രുസോദോ. 2019 മുതലാണ് ഫക്രുസോദോയെ വധിക്കാൻ ഇസ്രായേൽ അവിടെ പദ്ധതിയിട്ടിരുന്നത്. ഇതിന് US പിന്തുണ ലഭിച്ചിരുന്നതായി തന്നെ സൂചനകളുണ്ട്. ഇസ്രായേൽ ഒരു ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ പോകുന്നുവെങ്കിൽ പോലും യുദ്ധം ആരംഭിക്കാൻ സാധ്യതയുള്ളതായി കൊണ്ട് തന്നെ മുൻകൂട്ടി അമേരിക്കയുടെ പിന്തുണ ഉറപ്പിച്ചതായിട്ടാണ് മറ്റു വിവരങ്ങളായി പുറത്തു വരുന്നത്. മൊസാദിന്റെ ആ ഒരു ആയുധമാകട്ടെ പ്രധാന റോഡിലെ ഒരു ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന നീല നിറത്തിലുള്ള പിങ്ക് ട്രക്കിൽ ഘടിപ്പിച്ചിരുന്നു. ട്രക്കിൽ ക്യാമറയും സ്ഫോടക വസ്തുക്കളും നിറച്ചിരുന്നതായും പദ്ധതി നടപ്പാക്കിയ ശേഷം വാഹനം തന്നെ നശിപ്പിക്കുകയാണ് ഇവരുടെ പദ്ധതി അല്ലെങ്കിൽ ഇവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു കുലുക്കം, കാറിന്റെ വേഗത എന്നിവ പരിശോധിക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവിടെ പ്രോഗ്രാം ചെയ്ത് അതിൽ ഘടിപ്പിച്ചിരുന്നതും ഇതിനായി തന്നെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാനിയൻ തലസ്ഥാനത്തിന് പുറത്ത് തന്നെ വാഹനം ഓടിക്കുന്നതിന് നൂതന ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉപഗ്രഹം നിയന്ത്രിക്കുന്ന ഒരു ആയുധം ഈ ശാസ്ത്രജ്ഞനെ സൂം ചെയ്ത് കൃത്യം നടത്തിയതായി തന്നെ ഇറാൻ ആരോപണം നടത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്നും ഈ ശാസ്ത്രജ്ഞനെ ഏത് രീതിയിലാകാം ഇസ്രായേൽ കൊലപ്പെടുത്തിയതെന്നതും വലിയ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിഴലിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.